കേരളത്തിലെ സ്ത്രീകൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന സ്ത്രീ സുരക്ഷാ കുടിശ്ശിക പദ്ധതിയെക്കുറിച്ചുള്ള ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകളുമായി വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ചാനലുകളിലും ഈ പദ്ധതിയെക്കുറിച്ചുള്ള വാർത്തകൾ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് നമുക്ക് ലഭ്യമായ ഏറ്റവും പുതിയ വിവരങ്ങൾ വളരെ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും സ്ത്രീകൾ സാമ്പത്തികമായി വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന സാഹചര്യമാണ്. കുടുംബ ചെലവുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസ, ചികിത്സാ ചെലവുകൾ, ദിവസേന ഉയരുന്ന വിലക്കയറ്റം എന്നിവ കാരണം സാധാരണ കുടുംബങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് വലിയ സാമ്പത്തിക സമ്മർദ്ദമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് ജീവിക്കുന്ന വിധവകൾക്കും ഒറ്റയ്ക്ക് കുട്ടികളെ വളർത്തുന്ന അമ്മമാർക്കും ഇത് കൂടുതൽ ബുദ്ധിമുട്ടാകാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്ത്രീകൾക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പുതിയ രീതിയിലുള്ള ധനസഹായ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന പ്രധാന വിവരങ്ങൾ പ്രകാരം സ്ത്രീ സുരക്ഷാ സഹായ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവിധ നിർദ്ദേശങ്ങൾ വീണ്ടും ചർച്ചയിലാണെന്നാണ് അറിയുന്നത്. സാമൂഹ്യ സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ സംസ്ഥാനത്തെ അർഹരായ സ്ത്രീകളുടെ വിവരശേഖരണം ശക്തമാക്കിയിട്ടുണ്ടെന്നും ചില പ്രാദേശിക തല ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് ഇപ്പോൾ വലിയ പ്രതീക്ഷയാണ് ഉണ്ടാകുന്നത്. കാരണം മുൻകാലങ്ങളിൽ പല പദ്ധതികളിലും അപേക്ഷ നൽകിയിട്ടും ആനുകൂല്യം ലഭിക്കാതെ പോയ സ്ത്രീകൾ ഇപ്പോൾ പുതിയ സഹായ പദ്ധതികളിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കുകയാണ്. ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ BPL കുടുംബങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ മുതൽ 2000 വരെ സഹായം ലഭിക്കാമെന്ന വിവരങ്ങളാണ്. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം. സർക്കാർ ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കുന്നതിന് മുമ്പ് പ്രചരിക്കുന്ന വിവരങ്ങളെല്ലാം അന്തിമ സത്യമായി കരുതാൻ പാടില്ല. ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഉയരുന്ന പ്രധാന സംശയം ആർക്കെല്ലാം ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാമെന്നതാണ്. ഇപ്പോഴത്തെ ചർച്ചകൾ പ്രകാരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് മുൻഗണന ലഭിക്കാനാണ് സാധ്യത. പ്രത്യേകിച്ച് BP റേഷൻ കാർഡുള്ള കുടുംബങ്ങൾ, വിധവകൾ, ഭിന്നശേഷിക്കാരായ സ്ത്രീകൾ, കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായ സ്ത്രീകൾ, തൊഴിലില്ലാത്ത സ്ത്രീകൾ എന്നിവർക്കാണ് കൂടുതൽ സാധ്യത കാണുന്നത്. കൂടാതെ നിലവിൽ ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത സ്ത്രീകൾക്ക് മുൻഗണന നൽകുമെന്ന തരത്തിലുള്ള ചർച്ചകളും ചിലയിടങ്ങളിൽ ഉയരുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ഔദ്യോഗിക പട്ടിക പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ വ്യക്തത വരൂ. ഇപ്പോൾ അപേക്ഷ നടപടികളെ കുറിച്ച് വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ആളുകൾ അക്ഷയ കേന്ദ്രത്തിലെത്തി സ്ത്രീ സുരക്ഷാ പദ്ധതി അപേക്ഷ തുടങ്ങിയെന്ന് അന്വേഷിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ചില സ്ഥലങ്ങളിൽ ആളുകൾ തെറ്റായ വാർത്തകൾ വിശ്വസിച്ച് രേഖകൾ സമർപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഔദ്യോഗികമായി അപേക്ഷ സ്വീകരിക്കുന്നതായി സർക്കാർ അറിയിച്ചില്ലെന്ന കാര്യവും ശ്രദ്ധിക്കണം. സർക്കാർ അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വ്യക്തമായി പ്രസിദ്ധീകരിക്കപ്പെടും. സാധാരണ ഇത്തരം പദ്ധതികൾ അപേക്ഷ നൽകുമ്പോൾ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, വരുമാന സർട്ടിഫിക്കറ്റ്, ഫോൺ നമ്പർ, ഫോട്ടോ തുടങ്ങിയ രേഖകൾ ആവശ്യമായി വരാറുണ്ട്. അതിനാൽ ഈ രേഖകളെല്ലാം തയ്യാറാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഇതാണ്: കുടിശ്ശിക തുക ലഭിക്കുമോ എന്നതാണ്. ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പല മാസങ്ങളിലെ കുടിശ്ശിക ആയിരക്കണക്കിന് രൂപ ലഭിക്കുമെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. മുൻകാലങ്ങളിൽ ചില സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികൾ കുടിശ്ശിക തുക ഒരുമിച്ച് വിതരണം ചെയ്ത അനുഭവങ്ങൾ ഉണ്ടായതിനാലാണ് ആളുകൾക്ക് ഇപ്പോൾ പ്രതീക്ഷ ഉയരുന്നത്. പക്ഷേ സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ഔദ്യോഗിക തീരുമാനം ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. ഇതിനിടെ സർക്കാർ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കായി കൂടുതൽ ഫണ്ട് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാഹചര്യം വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും സാധാരണ ജനങ്ങളുടെ ക്ഷേമ പദ്ധതികൾ നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമമെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷയും കുടുംബങ്ങളുടെ സ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് ഇത്തരം പദ്ധതികളുടെ പ്രധാന ലക്ഷ്യം. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തട്ടിപ്പുകൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ആളുകൾ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ പേര് ചേർക്കാൻ ഇവിടെ ക്ലിക്ക് ചെയ്യൂ, 5000 രൂപ ഉടൻ അക്കൗണ്ടിൽ ലഭിക്കും, OTP നൽകൂ എന്നിങ്ങനെ വ്യാജ സന്ദേശം ലഭിക്കുന്നതായി പരാതികൾ ഉയർന്നിട്ടുണ്ട്. ചിലർ ബാങ്ക് വിവരങ്ങൾ നൽകി പണം നഷ്ടപ്പെടുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതുകൊണ്ട് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. സർക്കാർ ഒരിക്കലും ഫോൺ വിളിച്ച് ബാങ്ക് OTP ചോദിക്കില്ല. സ്വകാര്യ വിവരങ്ങൾ അന്യരുമായി പങ്കുവെക്കരുത്. സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന നിരവധി സ്ത്രീകൾ ഈ പദ്ധതിയെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. കാരണം കുടുംബ ചെലവുകൾ കൈകാര്യം ചെയ്യാൻ പലപ്പോഴും സ്ത്രീകൾക്ക് സ്വന്തമായി വരുമാന മാർഗം ഇല്ലാത്ത അവസ്ഥയാണ്. ചെറിയൊരു സർക്കാർ സഹായം പോലും മരുന്ന് വാങ്ങാനും കുട്ടികളുടെ പഠന ചെലവ് നിറവേറ്റാനൊക്കെ ചിലവുകൾ നിയന്ത്രിക്കാനും സഹായകരമാകും. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ സുരക്ഷയും സാമ്പത്തിക സ്ഥിരതയും ഉറപ്പാക്കുന്ന പദ്ധതികൾ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അതേസമയം ചിലർ ഇപ്പോൾ രാഷ്ട്രീയപരമായ ചർച്ചകളുമായി ഈ പദ്ധതിയെ ബന്ധപ്പെടുത്തി സംസാരിക്കുന്നതും കാണാം. എന്നാൽ ജനങ്ങൾ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളിൽ പെടാതെ ഔദ്യോഗിക അറിയിപ്പുകളെ അടിസ്ഥാനമാക്കി മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കണം. സർക്കാർ പ്രഖ്യാപനം വന്നാൽ അർഹരായ എല്ലാവർക്കും അപേക്ഷിക്കാനുള്ള അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം.
ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയി ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സ്ത്രീക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചില പ്രധാന അറിയിപ്പുകൾ ഉണ്ടാകുമെന്ന സൂചനകളാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സാമൂഹ്യ സുരക്ഷാ സഹായ പദ്ധതികളുടെ പുനർസംഘടനയും പുതിയ ഗുണഭോക്തൃ പട്ടികകളും സംബന്ധിച്ച് ചർച്ചകൾ തുടരുന്നതായി പറയപ്പെടുന്നു. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനമാണ്. അതിനാൽ ഈ വീഡിയോ കാണുന്ന എല്ലാ സ്ത്രീകളും കുടുംബങ്ങളും ഒരു കാര്യമാണ് ഓർക്കേണ്ടത്: വ്യാജ വാർത്തകൾ വിശ്വസിക്കരുത്. ഔദ്യോഗിക വിവരങ്ങൾ മാത്രം പിന്തുടരുക. ആവശ്യമായ രേഖകൾ തയ്യാറാക്കി വയ്ക്കുക. സർക്കാർ അറിയിപ്പ് വന്ന സമയത്ത് അപേക്ഷിക്കുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ യഥാർത്ഥ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. കേരളത്തിലെ സ്ത്രീകൾക്ക് കൂടുതൽ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസം നൽകുന്ന പദ്ധതികൾ യാഥാർത്ഥ്യമായാൽ അതൊരു വലിയ സാമൂഹിക മാറ്റത്തിന് തുടക്കമാകും. സ്ത്രീകൾ ശക്തരാകുമ്പോൾ കുടുംബവും സമൂഹവും ശക്തമാകുമെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തരം പദ്ധതികൾ വെറും ധനസഹായം മാത്രമല്ല, നിരവധി കുടുംബങ്ങൾക്ക് പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്ന ഒരു കൈത്താങ്ങാണ്. ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകൾ ഇതായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ പുതിയ അറിയിപ്പുകൾ വന്നാൽ ഉടൻ തന്നെ നിങ്ങൾക്കായി വിശദമായി എത്തിക്കും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സർക്കാർ പദ്ധതികൾ, പെൻഷൻ അപ്ഡേറ്റ്സുകൾ, ധനസഹായ വിവരങ്ങൾ എന്നിവ സ്ഥിരമായിട്ട് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.